ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജശ്രീ. ഏവർക്കും രാജീസ് കറി ലാബിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് സദ്യക്കൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു പൈനാപ്പിൾ മോര് കറിയാണ്. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയ പൈനാപ്പിളിൻ്റെ പകുതിയാണ്. അത് ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്താണ്. അത് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ പൈനാപ്പിളിൻ്റെ മുകൾ ഭാഗം അല്പം കട്ടിയുള്ള ഇതുണ്ട്, അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാനായി. പിന്നെ ഞാൻ അതിന് വേണ്ടി 1 ലിറ്റർ തൈര് എടുത്തിട്ടുണ്ട്. അത് മിൽമയുടെ പാക്കറ്റ് തൈരാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അത് മിക്സിയുടെ ജാറിലിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല കട്ടയില്ലാതെ അടിച്ചെടുത്തതാണ്. ഇതിലേക്ക് അരപ്പിനായി ഒരു വലിയ തേങ്ങയുടെ പകുതി തേങ്ങ എടുത്തിട്ടുണ്ട്, ഇതുപോലെ ചിരണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ചെറിയ പച്ചമുളക്, ഒരു നുള്ളു ജീരകം, നമ്മളുടെ ഈ 3 വിരലും കൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് കിട്ടില്ലേ അത്രയും ജീരകം, 2 ചെറിയ അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ ഉള്ളി, പിന്നെ അതിലേക്ക് കുറച്ച് പഞ്ചസാരയും ഉപ്പ് കൂടി നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഇതിലേക്ക് താളിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ, ഉലുവ, കടുക്, വറ്റൽമുളക് ഒരു 4 എണ്ണം ചെറുതായി കട്ട് ചെയ്തെടുത്തത്, കറിവേപ്പില, ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, ഒരു വലിയ പീസ് ഇഞ്ചി, 7 പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇതിന് പുറമെ കറിക്ക് വേണ്ടി കുറച്ച് പഞ്ചസാരയും ഉപ്പും കൂടി വേണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ അരപ്പ് ആദ്യം തയ്യാറാക്കാം. അതിനുവേണ്ടി നമുക്ക് ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ഉള്ളി, കറിവേപ്പില, 2 ചെറിയ അല്ലി വെളുത്തുള്ളി ഇത്ര ചേർക്കാൻ പാടുള്ളൂ. കൂടിപ്പോയാൽ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് മോരറിക്ക് ഒരു വല്ലാത്ത ചുവ തന്നെ ഉണ്ടാക്കും. പിന്നെ ഒരു ചെറിയ ജീരകം, ഒരു നുള്ള് പച്ചമുളക്, പിന്നെ നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ താഴെയായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. അത് ഞാനൊരു സ്പൂണിൻ്റെ അളവിൽ പറയാം. ഈ വലിപ്പമുള്ള സ്പൂണിൽ 1 2 3 4 5 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് അരച്ചിട്ട് വെള്ളം പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ അരപ്പ് റെഡിയായി കഴിഞ്ഞു. ഇതിലേക്ക് ഞാൻ ഈ സ്പൂണിൽ 4 സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആകെ 9 സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് അരിഞ്ഞിട്ട് നല്ല വെണ്ണ പോലെ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതേപോലെ അരച്ചെടുക്കണം. ഇനി നമുക്ക് മോര് കറി തയ്യാറാക്കാം. ഇനി അത് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 2.5 സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലാണ് തീ ഇട്ടേക്കുന്നത്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രമാണ് ഉലുവ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് പൊട്ടൂല. അപ്പോൾ ഉലുവയുടെ ടേസ്റ്റ് കറിക്ക് കിട്ടുകയില്ല. വെളിച്ചെണ്ണ തിളച്ചൊടുങ്ങിയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ഇതൊന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഉലുവ പൊട്ടിക്കഴിഞ്ഞ് നമുക്കതിലേക്ക് ഒരു ചെറിയ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞു. ഇനി അതിലേക്ക് ഞാൻ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുകയാണ്. വറ്റൽമുളക്, കറിവേപ്പില, സവാള അരിഞ്ഞത്, ഇഞ്ചി, പച്ചമുളക്. മീഡിയം ഫ്ലെയിമിലേക്ക് തീ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് ചേർത്ത്. ഇനി നമ്മളുടെ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഞാനൊരു ഇതുപോലെ നിറച്ച് 2 സ്പൂൺ അതുപോലെ നിറച്ചെടുക്കണം. 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മുളക് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം.
പൊടികൾ ഇട്ടെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാൻ മറക്കരുത് കേട്ടോ, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. അപ്പോൾ അത് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് ഭാഗം ഞാൻ ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാൻ കേട്ടോ. ഇത് നമുക്ക് ലാസ്റ്റ് അതിൻ്റെ കറിയുടെ മീതെ ചേർത്ത് കൊടുക്കാനാണ്. പകുതിയോളം ഞാൻ അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പൈനാപ്പിൾ ചേർത്ത് കൊടുത്തിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഇതേപോലെ ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അരപ്പൊക്കെ ചേർക്കുമ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് ഈ എണ്ണ കിടന്ന് തന്നെയാണ് പൈനാപ്പിൾ വേവേണ്ടത്. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. വെന്ത് വരുമ്പോൾ ഇത് നന്നായിട്ട് ചുരുങ്ങി ചെറുതായിട്ട് വരും. അതുവരെ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ കിടന്നത് വെന്ത് വരട്ടെ. നമ്മുടെ പൈനാപ്പിളൊക്കെ വെന്തിട്ടുണ്ട്. അല്ല, നന്നായി ചുരുങ്ങി വന്നിട്ടുണ്ട്. പൈനാപ്പിളൊക്കെ വെന്ത് നല്ല ഇതായിട്ടുണ്ട്. ഈ എണ്ണയിൽ കിടന്ന് തന്നെയാണ് ഇത് വെന്ത് വന്നിട്ടുള്ളത് കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ തീ ഇട്ട് കൊടുത്തിരുന്നത്. ഒരു 12 മിനിറ്റോളം അതുപോലെ മൂടി വെച്ച് വേവിച്ചതാണിത്. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്കതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഫ്ലെയിമൊന്ന് മാറ്റി കൊടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അരപ്പൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ആ ജാറ് അതും കൂടി ആ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അരപ്പൊന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അരപ്പിലെ വെള്ളമൊക്കെ വറ്റി അരപ്പ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി അതിലേക്ക് നന്നായിട്ട് വറ്റി ഇതുപോലെ വരണം. ഒരു 3-4 മിനിറ്റോളം ഞാനിങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അരപ്പ് ചേർത്ത് കൊടുത്താൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, നിർത്താതെ കേട്ടോ. ഇനി നമുക്കതിലേക്ക് മോര് ചേർത്ത് കൊടുക്കാം. മോരിൻ്റെ കട്ടി നോക്കി അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കുകയും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലെ മോരുകറി ഉണ്ടാക്കുമ്പോൾ നല്ല പുളിയുള്ള മോര് തന്നെ അതിന് വേണം. എന്നാലാണ് ആ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ആ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ സദ്യക്ക് കിട്ടുന്ന മോരുകറിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കും. ഇതേ കട്ടി മതി. അപ്പം ഞാനിപ്പോൾ ഒരു 500 ml കപ്പിൽ തന്നെ വെള്ളം എടുത്തേക്കുന്നത്. അതിലൊരു 3/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മോര് കൂടാതെ 3/4 കപ്പോളം വെള്ളം. 1 ലിറ്റർ മോരിൽ 3/4 കപ്പ് വെള്ളം. 1/2 ലിറ്ററിൻ്റെ കപ്പിൽ 3/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പ് വേണം, ഞാൻ അതിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പത് പോരാ, 1/2 സ്പൂൺ കൂടാതെ ഒരു 1/2 സ്പൂണും കൂടി. ഇപ്പോൾ 2 സ്പൂൺ ഉപ്പ് ഞാൻ ഇതിലേക്ക് ആകെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. കട്ടിയായിട്ടിരിക്കുക. നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനൊരു 1/2 ലിറ്റർ വെള്ളം ആകെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ലിറ്റർ
മോരും 1/2 ലിറ്റർ വെള്ളവും കൂടി ചേർത്ത് തയ്യാറാക്കിയതാണ്. ഇനി വെള്ളം വേണ്ട, ഇതിനാവശ്യത്തിന് കട്ടിയായിട്ടുണ്ട്. ഇപ്പോൾ 1 ലിറ്റർ നല്ല പുളിയുള്ള മോരിലേക്ക് 1/2 ലിറ്റർ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതൊന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ കിടന്നൊന്ന് തിളച്ച് വരട്ടെ. ഇങ്ങനെ വെട്ടി തിളക്കരുത്, ചെറുതായിട്ടൊരു പത പോലെ ഇങ്ങനെ മീതെ വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പ് നമുക്കതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്കൊരു വലിയ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. വലിയ സ്പൂൺ കൂടാണ്ട് 1/2 സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1.5 സ്പൂൺ പഞ്ചസാരയും 2 സ്പൂൺ ഉപ്പും ഞാൻ ചേർത്ത് കൊടുത്ത്. അത് മതി കറിക്ക് ആവശ്യത്തിന് ഉപ്പും മധുരമൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഉപ്പും പുളിയും മധുരമൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. മോര് ചേർത്ത് കൊടുത്താൽ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും ഈ മോര്. പിന്നൊരു മീതി ഇങ്ങനെ തിളക്കുന്ന പോലത്തെ ഒരു പത വരുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കാം. നമ്മുടെ മോര് പതുക്കെ ഇങ്ങനെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പത പോലെ മുകളിൽ വന്നിട്ടുണ്ട്. അല്ല, പതുക്കെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ട് നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. സ്റ്റൗ ഇത്ര നേരം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇത് കിടന്നിരുന്നത്. ഇപ്പം ഞാൻ ആ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തെടുത്തു. ഓഫ് ചെയ്തിട്ടും കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം. കറിയിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ താളിച്ചത് മാറ്റി വെച്ചിരുന്നില്ലേ, അത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിയുടെ മീതിട്ട് കൊടുക്കാം. നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ മോരുകറി റെഡിയായി കഴിഞ്ഞു. നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ സദ്യക്ക് കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള മോരുകറി റെഡിയായി കഴിഞ്ഞു. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ പറയണം. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരു വെറൈറ്റി ഡിഷുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.